ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇൻട്രോ വോയിസിന്, അതായത് ഇൻട്രോയിൽ വരുന്ന ആ പാട്ടില്ലേ, അതിന് ചെറുതായിട്ടൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ തൊട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സോങ് കട്ട് ചെയ്തേക്കണത്. അപ്പോൾ ഇത് എന്താ പറയുക, രാവിലത്തെ തൊട്ടിട്ടുള്ളൊരു വീഡിയോയാണ്. പക്ഷേ രാവിലത്തെ അടുക്കളയിൽ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് വിൻഷേട്ടൻ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളും ചായക്കുള്ളതും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വിൻഷേട്ടൻ പോയതിന് ശേഷം ഇനി അടിത്തോട കുളി തിരുമ്പൽ അങ്ങനത്തെ പണികളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിൻഷേട്ടന് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കിയിട്ട് എൻ്റെ കുളിക്കാൻ പോകാൻ നോക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതായത് ഞാൻ തലയിൽ എണ്ണ പുരട്ടാനുള്ള പ്ലാനാണ്. ഞാൻ അങ്ങനെ ഡെയിലി എണ്ണ തേക്കുക അങ്ങനെ ചെയ്യില്ല കേട്ടോ. തല കുളിക്കെങ്കിലും കൂടിയിട്ട് ഡെയിലി എണ്ണ തേക്കുന്ന ആളല്ല ഞാൻ. എണ്ണ തേക്കാൻ കുറച്ച് മടിയുള്ള ആൾ തന്നെയാണ് കേട്ടോ. ആഴ്ചയിൽ ചിലപ്പോൾ 2 വട്ടം കണ്ട് എണ്ണ തേക്കുള്ളൂ. അതേപടി ഞാൻ വാഷ് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. ആദ്യം എന്നൊക്കെ പറയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞിടുന്നില്ല. വീക്കിലി ശനിയാഴ്ചകളിലൊക്കെ ആയിരുന്നു ഞാൻ ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞിടുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണ കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ സിൽക്കി ഹെയർ ആയിട്ടാണ് കൊണ്ടു നടക്കണത്. അത് എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ. തീരെ കെയർ ചെയ്യണില്ല ഞാൻ എൻ്റെ ഹെയർ. എനിക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഹെയർ കെയർ വീഡിയോ. ഇതൊക്കെ കെയർ ചെയ്താലല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനത്തെ കെയറിങ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കേട്ടോ. അങ്ങനെത് ഞാൻ സാധാ നോർമൽ വെളിച്ചെണ്ണ ഇല്ലേ, ആട്ടിക്കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ, അത് വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഞാൻ പരട്ടി കൊടുത്തേക്കണത്. അപ്പോൾ അതൊക്കെ തേച്ച് തലയിൽ കുറേ നേരം പിടിപ്പിക്കാൻ വെക്കട്ടെ. ഞാൻ നന്നായി ഒന്ന് എണ്ണയൊക്കെ പിടിച്ചോട്ടെ വിചാരിച്ചിട്ട് അത് കുറേ നേരം തലയിൽ പരട്ടി വെക്കും. എന്നിട്ടാണ് ഞാൻ അടിച്ചൂര തുടക്കിയ തിരുമ്പ് അങ്ങനത്തെ പണികളൊക്കെ ചെയ്യണത് കേട്ടോ. ഇപ്പം മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൂം ഒന്ന് സെറ്റ് ചെയ്യാൻ, മീൻസ് ഈ റൂം നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ ഇങ്ങനെ ബെഡ് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ എൻ്റെ എല്ലാ കൊളാബറേഷൻ്റെ വരണ എല്ലാ ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് ഇടുക ചെയ്യുക. അതുപോലെ തുണികൾ ഉണ്ടാവില്ലേ നമുക്ക് മടക്കി വെക്കാൻ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊടുന്ന് ഇടാട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യൽ കുറവാണ്. ഇതിങ്ങനെ കൊടുന്ന് വെക്കണ ഒരു റൂമായിട്ടാണ് കേട്ടോ ഇതിപ്പോൾ മാറിയേക്കണത്. അപ്പോൾ ഞാൻ ചെറിയ രീതിക്ക് ഇതൊന്ന് നീക്കി, കട്ടിലൊന്ന് നീക്കി ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം ജനലയുടെ അവിടേക്ക് ഒന്ന് പൊടിയൊക്കെ തട്ടി വലിയ മാറാലോ കാര്യങ്ങളൊന്നും ഈ റൂമിലേക്ക് ശല്യം ഇല്ല കേട്ടോ. വലിയ പൊടിയും കരടൊന്നും ഇല്ല. എങ്കിലും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ കട്ടിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാലേ സമാധാനമുള്ളൂ. അതിക്ക് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ് കേട്ടത്. അപ്പം നമ്മൾ യൂസ് ചെയ്യണ റൂമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാലോ, നമുക്ക് ആ കട്ടിൽ അവിടെ ഫിക്സ് ചെയ്തിട്ടാണ് പണിതിക്കണത്. നമുക്ക് അവിടെ നിന്ന് എങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്കാണെങ്കിൽ പണ്ടൊട്ടേ ഉണ്ട് ഈ ഒരു സ്വഭാവം. കട്ടിലായിക്കോട്ടെ, സോഫ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യണം. അപ്പം ഞാൻ ഇതിപ്പോൾ 3ാമത്തെ ട്രിപ്പാട്ടോ ഈ റൂമിൽ തന്നെ കട്ടിൽ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇടുന്നത്. ആദ്യം കിടന്നിരുന്ന പോലെയാണ് ഇനി ഞാൻ ഈ കട്ടിലിടാൻ പോണത് കേട്ടോ. പിന്നെ ഞാൻ ഈ സൈഡിക്കിട്ടു, ഇപ്പോൾ ഈ സൈഡിക്കിട്ടു, ഇനി പഴയ പോലെയായിട്ട് ഇടാൻ പോണത്. അപ്പോൾ അതിന് മുന്നേ ഇവിടേക്ക് ഒന്ന് അടിച്ചോരി പൊടിയൊക്കെ തട്ടി, കട്ടിലിൻ്റെ അടിയിലൊന്നും ഇല്ല കേട്ടോ. ആദ്യം ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ കൊടുത്തു. എന്നിട്ട് ഇത് എവിടേക്ക് ഒന്ന് എന്താ പറയുക പൊടിയൊക്കെ തട്ടി കട്ടിലൊന്ന് തിരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ, അതായത് നമ്മൾ വീട് കയറ്റിയ സമയത്ത് കട്ടിലിതേ ഇട്ടിരുന്ന അതേ രൂപത്തിലേക്കായിട്ടാണ് കൊണ്ടിടാൻ പോണത്. എനിക്ക് ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തിട്ടാൽ തന്നെ എന്തോ ഒരു പ്രത്യേകത പോസിറ്റീവാണ്. പോസിറ്റീവ് എന്നല്ല പറയണത്, ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാൽ തന്നെ റൂമൊക്കെ പുതിയ റൂം പോലെ ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെ ഇല്ലേ. അങ്ങനെ എനിക്ക് പണ്ടേ ഉള്ള സ്വഭാവമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും വിൻഷാൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴായാലും എനിക്ക് കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കും. അലമാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കും. പക്ഷേ ഈ അലമാര ഇവിടെ നനക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു ഇത് വന്നിട്ടുള്ളത്, ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിലുമ്പോൾ മാത്രമേ എനിക്ക് തൊടാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. അപ്പോൾ ഇങ്ങനെ നടന്നിട്ടോ നമ്മുടെ കട്ടിൽ ആദ്യം ഈ റൂമിൽ കിടന്നിരുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുന്നതാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, ബെഡ്ഷീറ്റ് മാറ്റി. പിന്നെ നമ്മുടെ ഇതെൻ്റെ തയ്ക്കണ മെഷീനില്ലേ ഇതിപ്പോൾ ഞാൻ വെറും ഡ്രസ്സ് ഷേപ്പാക്കാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഏകദേശം നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ള പിറ്റത്തെ മാസം കൊണ്ട് ഞാൻ ചുരിദാർ എന്തൊക്കെയോ തയ്ച്ചത് ലാസ്റ്റ് കേട്ടോ. അതിനുശേഷം ഞാൻ തൊട്ടിട്ടില്ല. അത് നമുക്ക് വരുന്ന കൊളാബറേഷൻ്റെ ഡ്രസ്സുകളൊക്കെ ലൂസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഷേപ്പാക്കാൻ മാത്രമേ ഞാനിപ്പോൾ മെഷീൻ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊളാബറേഷൻ ബാക്കി പെൻഡിങ്ങിൽ നിൽക്കുന്ന പ്രൊമോഷൻ്റെ കുറേ ഐറ്റംസൊക്കെ ആയിട്ടത് അതൊക്കെ വീഡിയോ ചെയ്യണം. അതൊക്കെ ഇത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇന്നോട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഞാൻ പ്രൊമോഷൻ്റെ വീഡിയോസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വീണ്ടും പെൻഡിങ്ങിലുള്ളതൊക്കെ ഇങ്ങനെ വിഷു വരയ്ക്കുള്ളത് മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ. പുതിയ പ്രൊമോഷൻ വരണതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം വിഷു കഴിഞ്ഞിട്ട് ഇനി പ്രൊമോഷൻ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാം കൂടിയിട്ട് എനിക്ക് പറ്റണില്ല വീഡിയോസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റണില്ല. വെറും പ്രൊമോഷൻ്റെ വീഡിയോസ് എടുക്കണ പോലെ. എനിക്കാണെങ്കിൽ അങ്ങനത്തെ കാര്യം താല്പര്യമില്ല. എനിക്ക് കൂടുതൽ നമ്മുടെ വീട്ടിൽ ഓരോ വീഡിയോസൊക്കെ എടുക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങി വന്നിട്ടുള്ള പ്രൊമോഷൻ്റെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നും എടുത്തിട്ടില്ല. വിഷു കഴിഞ്ഞിട്ട് നോക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചെറിയ രീതിക്ക് ഇതൊരു തട്ടിക്കൂട്ടിയ റൂമിലെ ക്ലീനിങ് വീഡിയോ ആട്ടോ നിങ്ങൾ കണ്ടത്. പക്ഷെ എനിക്ക് ബോറടിക്കേണ്ട വെച്ചിട്ടാട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഹോള് നോർമലി നമ്മൾ അടിച്ചൊരു തുടക്കില്ലേ, അതായിട്ട് ചെയ്യണത്. ക്ലീനിങ്ങിൽ നിന്ന ഒരു ദിവസം മൊത്തം ഞാൻ ഇതിൽ നിൽക്കും. തേജും
ഉണ്ട് വീട്ടിൽ. അപ്പോൾ മൊത്തത്തിൽ ഇതാവണ്ട വിചാരിച്ചിട്ട് ഞാൻ ഓരോ ദിവസം ഓരോ സൈഡ് ഓരോ റൂമൊക്കെ ഇട്ട് പതുക്കെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ആ റൂമത്തെ ഒതുക്കി കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അത് നോർമലി ചെയ്യണ പോലെ അടിയും തൊടിയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും നമുക്ക് ആ റൂമിലെ ബെഡ്ഷീറ്റ് നമ്മൾ സോപ്പ് പൊടിയിൽ മുക്കി വെച്ച് വാഷ് ചെയ്യാൻ എടുക്കും. അപ്പം ഞാൻ അതിൻ്റെ കൂടെ എന്തായാലും നമ്മുടെ സോഫ കവറും കൂടിയും കഴുകാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടിയും കൊണ്ടിട്ട് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേഗം തുടക്കുകയായിട്ട് ചെയ്യണത്. അങ്ങനെ എല്ലാവരും ഇതേ ഞാൻ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ബോറാവണ്ട വെച്ചിട്ട് കുറച്ചുകൂടിയും കാര്യങ്ങൾ പറയാം. വേറെ ഒന്നല്ല, കുറച്ച് പേര് എൻ്റെ അടുത്ത് കൊളാബറേഷൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ കൊളാബറേഷൻ ചെയ്ത് കൊടുക്കുന്നത്, എങ്ങനെയാണ് പ്രൊമോഷൻസ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഈ കൊളാബറേഷൻ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ട് യൂട്യൂബിൽ വരണേക്കാൾ മുന്നേ ഇൻസ്റ്റാ ത്രൂ ഞാൻ കൊളാബറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. അത് ഈ ഡ്രസ്സിൻ്റെ മാത്രം കേട്ടോ, ഫാമിലി കോംബോ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഞങ്ങൾ പണ്ടേ ഈ യൂട്യൂബിൽ വരണേക്കാൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾ ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ റീച്ച് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ യൂട്യൂബും കൂടി തുടങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് യൂട്യൂബിലേക്ക് വന്നത്. അപ്പോൾ ഞാനിപ്പോൾ തിരുമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇപ്പം എന്തായാലും തിരുമ്പണം, ചെയ്യണ കാര്യങ്ങൾ നമുക്ക് കാണാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേറെ അതിനെക്കുറിച്ച് പറയണേക്കാൾ നല്ലത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൽ പറയണത്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇതന്നെ എങ്ങനെ കൊളാബറേഷൻ കിട്ടണത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൊളാബ് കിട്ടണത്, അതായത് പ്രൊമോഷൻ ചെയ്യാൻ കിട്ടണത് നമ്മുടെ വീഡിയോസിൻ്റെ റീച്ച് അനുസരിച്ചിട്ടാണ് തോന്നുന്നു. ഒരിക്കലും ഫോളോവേഴ്സിൻ്റെ ബേസിലാവില്ല. കാരണം ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഇക്കാലത്ത് പൈസ കൊടുത്ത് കയറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വീഡിയോസിൻ്റെ റീച്ച്, നമ്മുടെ വീഡിയോസ് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമുക്ക് ഈ ഓരോ കൊളാബറേഷനും അതുപോലെ തന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ പേജുകാർ തരണം. അതായത് അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരിൽ ത്രൂ എല്ലാവരിലേക്ക് എത്തിയില്ലെങ്കിലും കൂടിയിട്ട് ബാക്കി നമ്മൾ ത്രൂ കുറച്ച് പേരിലേക്ക് എത്തിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കിട്ടുക. ഇപ്പം എൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, ഷോർട്സൊക്കെ എങ്ങനെ പോയാലും ഒരു 3 lakh റേഞ്ചിലേക്ക് നമുക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് അറിയില്ലല്ലോ അപ്പോൾ എനിക്ക് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുവെച്ചെങ്കിൽ എത്തട്ടെ എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രൊമോഷനായിട്ട് ഓരോന്ന് കിട്ടണത്. ഡ്രസ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തേജപ്പൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേജപ്പൻ എന്താ പറയുക, നമ്മുടെ അതൊക്കെ മടക്കി വെക്കില്ലേ, അപ്പോൾ അവൻ മടക്കി വെച്ച് തരും. അവന് മടക്കാൻ പറ്റുന്നില്ല, നല്ല കനണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മടക്കി വെച്ച് കൊടുത്ത് കുട്ടി അതൊക്കെ എടുത്ത് ഒതുക്കി വെക്കാട്ടോ ചെയ്യണത്. അപ്പോൾ നമുക്ക് വീണ്ടും പ്രൊമോഷൻ്റെ ഡൗട്ടിലേക്ക് വരാം. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈടായിട്ടൊരു 1.5 മാസമായിട്ടേക്ക് ഒരുപാട് പ്രൊമോഷൻ വരുന്നുണ്ട് കൊളാബ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഞാൻ എല്ലാം എടുത്ത് ചെയ്ത് കൊടുക്കണില്ല. കാരണം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കണുള്ളൂ. മെയിനായിട്ട് ഡ്രസ്സ് ഐറ്റംസ്, ഓർണമെൻറ്റ്സ്, ഇതൊന്നും ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. ആൾക്കാരിലേക്ക് പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ കിട്ടിയാലും അത് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇപ്പം ഞാൻ കാരണം അത് വാങ്ങിയിട്ട് നിങ്ങൾക്കത് പൊട്ടയായിട്ട് തോന്നരുതല്ലോ. അപ്പം അതൊരു നെഗറ്റീവ് തന്നെയാണ് എത്ര ആയാലും. അതുകൊണ്ട് ഞാൻ ഓക്കെ ആയത് മാത്രമേ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇതുവരെയും. ഇപ്പോൾ ഫ്രോക്ക് നൈറ്റീസൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അത്രയും നല്ല ഐറ്റംസ് ആണ് നമുക്ക് തരുന്നതും. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ധൈര്യത്തോടെ പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പ്രൊമോഷൻസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഗെയിമിൻ്റെ ആപ്പുകൾ ഒക്കെ എനിക്കിപ്പോൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ഓരോ പ്രൊമോഷനും ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇത്രയും ഇതിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, 2-3 ദിവസമായിട്ട് 2-3 പേര് കമൻറ്റ് ഇടുന്നുണ്ട് വീഡിയോസിൽ വന്നിട്ട്. ഞാൻ ഈ ഡ്രസ്സിൻ്റെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ എല്ലാം പ്രൊമോഷൻ, എല്ലാം ഓസിക്കി എന്നുള്ളൊരു ടൈപ്പിൽ വന്നിട്ട് കമൻറ്റ് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, അങ്ങനെ ഓസിക്കി എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രൊമോഷൻസ് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരുപാട് പൈസ ഓഫർ ചെയ്തിട്ടും പ്രൊമോഷൻസ് വരുന്നുണ്ട്. ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയണു, എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. മെയിൻലി ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ നെഗറ്റീവ്സ് വരുന്ന കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നല്ല, നല്ല ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും അതെ, നമുക്കൊരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ട്രെൻഡിങ് നൈറ്റീസ് എന്നാണ് തോന്നുന്നു, ആ ഒരു പേജിൽ നിന്ന് കേട്ടോ 3 ഐറ്റം തന്നിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു പീസ്. കറക്റ്റ് അളവിനെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ പ്രൊമോഷൻ വീഡിയോ ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതിലും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തേജപ്പനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ടോ പോണത്. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെ ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ച് ഞാൻ ഓരോ പ്രൊമോഷൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനത്തെ ഓരോ, ഇപ്പോൾ ഞാൻ ബാഗിൻ്റെ ഒക്കെ ഇട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഒരുപാട് പേര് ഇവരുടെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് വേണം ഇനിയിപ്പോൾ നമുക്കൊക്കെ ഡ്രസ്സും ചെരുപ്പും വാങ്ങണമെങ്കിൽ എന്നുള്ളൊരവസ്ഥയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചേച്ചിയാണോ ആൻറ്റിയാണോ അനിയത്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരാൾ വന്നിട്ട് ഇങ്ങനെ വല്ലാണ്ട് കമൻറ്റ് ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞു ആവശ്യമുള്ളവരെടുത്താൽ മതി, ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിൽ തന്നെ. പിന്നെ ഞാൻ പിടിച്ച് ബ്ലോക്ക് ചെയ്തു കേട്ടോ. കാരണം ഇത്രയും നമ്മൾ ശ്രദ്ധിച്ച് ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും അതൊന്നും കുറ്റം കണ്ടുപിടിച്ചിട്ട് വരണോണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും കഴിയട്ടെ.
അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കാര്യം. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, നമ്മുടെ വീഡിയോസിൻ്റെ റീച്ച് അനുസരിച്ചിട്ടായിരിക്കാം നമുക്ക് പ്രൊമോഷൻസും ഒക്കെ കാര്യങ്ങൾ കിട്ടണം. പിന്നെ ഈ പ്രൊമോഷൻ ചെയ്യാൻ തരുന്നതും നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമായിട്ടാണല്ലോ അവർ നമുക്ക് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കാം. അങ്ങനെ അതേ വീഡിയോയിൽ കണ്ട പോലെ പറഞ്ഞു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതെന്താ വെച്ചാൽ തേജപ്പനെ എനിറ്റു അവനെ കുളിപ്പിച്ചു. അവനത് ഞാനും തേജും കൂടിയിട്ട് ഇതേ പുട്ടും നമ്മുടെ പയർ കറി ഇടന്നിട്ടുണ്ടായിരുന്നത്, അതും കൂട്ടി ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറേ നാളായിട്ട് കേട്ടോ നെയിൽ പോളിഷ് ഇട്ടിട്ട് വെച്ചിട്ട് അതിങ്ങനെ ഉണങ്ങി അവിടുന്ന് ഇവിടുന്നൊക്കെ പോയിട്ടൊരു മാതിരി കാലമായി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് റിമൂവ് ചെയ്തിട്ട് ഇതേ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് നെയിൽ പോളിഷ് ഇന്നലെ വിൻഷേട്ടനെ കൊണ്ട് വാങ്ങി കൊണ്ടുവരിപ്പിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇതും അടുത്തൊരു കൊളാബിന് വന്ന പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ ഓരോ ബോക്സ് ആയിട്ട് പൊട്ടിക്കുകയായിരുന്നു. അപ്പോൾ ഇത് എന്താ പറയുക, ഫേവ് ഫൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പേഴ്സണലി ഉള്ള അഭിപ്രായമാണ് കേട്ടോ. നല്ലൊരു ഐറ്റമാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ രീതിയിലുള്ള പ്രൈസിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പേജും കൂടിയാണ് ഇവരുടെ, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ല കളക്ഷൻസ് പുതിയത് അവർ ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ആയിട്ട് വേറെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അത് ഉച്ചയായപ്പോഴേക്കും നമ്മൾ തേജപ്പന് ചോറ് കൊടുത്തു, മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് പയർ കറി മതി, പുട്ടിലേക്ക് മീൻ കറി ഉണ്ടായിരുന്നു, പക്ഷെ അവന് പുട്ടിലേക്ക് വെച്ച കറി ഇഷ്ടമായി തോന്നുന്നു കേട്ടോ. അപ്പോൾ അവനത് മതി പറഞ്ഞപ്പോൾ അതും മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് 2 മീൻ വറുത്തുണ്ടായിരുന്നു കേട്ടോ. ആ 2 മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട് നമ്മളിതേ ചോറ് ഉണ്ടു. പിന്നെ ഞങ്ങളിതിങ്ങനെ വെറുതെ കിടന്നു കേട്ടോ. കിടന്ന് TV കാണുകയാണ്. ഞാനിത് ഇവിടെ കിടക്കും. തേജപ്പനും കുറച്ച് നേരം TV കണ്ട് എൻ്റെ മേത്ത് വന്ന് കിടന്ന് ചിലപ്പോൾ അങ്ങനെ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങിയില്ല, ചിലപ്പോൾ TV കണ്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഞങ്ങളുടെ പരിപാടികൾ കേട്ടോ. പിന്നെ വൈകിട്ട് കുട്ടി കളിക്കാൻ പോവേ. പിന്നെ വിൻഷേട്ടൊന്ന് വിസിറ്റ് പോയോണ്ട് തന്നെ കുറച്ച് നേരത്തെ ആയിട്ട് ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും വന്നു, നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻഷേട്ടനെ കണ്ടിട്ട് ഞങ്ങൾ ഓടിച്ചില്ല കേട്ടോ. എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തേജ് ഫസ്റ്റ് പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അടിമുടി നോക്കും. പിന്നെ വിൻഷേട്ടൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കിയിട്ടാണ് കൊടുന്നേക്കണത്. നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് മനോജേട്ടൻ്റെ സ്കൂട്ടി ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതേ കൊടുത്ത് വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ട് കൊടുന്നു കേട്ടോ. അപ്പോൾ വെയിലത്തൊക്കെ പോയി വിസിറ്റ് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിലാട്ടോ വിൻഷേട്ടൻ കിടക്കണത്. ഞാൻ വെള്ളം പൈനാപ്പിൾ ജ്യൂസൊക്കെ കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കൊടുത്തു. പക്ഷേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് വിൻഷേട്ടൻ്റെ ഫോൺ ഇതേ പണി തന്നു. വണ്ടി റെഡിയാക്കിയപ്പോൾ ഇതേ ഫോണായിട്ട് അടുത്ത പണി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മുഖത്തെ ചിരി കണ്ടറിയാലോ, നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അതിശയം സന്തോഷം എല്ലാം കൂടി വന്നു. പിള്ളേർ വരാറുണ്ട് ഇടയ്ക്ക്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ചാത്തന്നൂർ സ്കൂളിലെ പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് പോവാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാതിലൊക്കെ തുറന്നിട്ട് വന്ന് പിള്ളേർ വർത്താനൊക്കെ പറഞ്ഞ് പോവാറുണ്ട്. അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ പോവാമെന്ന് വിചാരിക്കാം. പക്ഷേ ഇവരെന്ന് പറയുമ്പോൾ പാലക്കാടുള്ള കുട്ടികളാണ് കേട്ടോ. ഇവരുടെ ബന്ധുവീട് നമ്മുടെ ഇവിടെ അടുത്ത് കറുവത്തൂരാണ്. അപ്പോൾ അവരുടെ അടുത്താണ് നമ്മുടെ വീട് എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് നോമ്പിന് ഇവരുടെ പെരുന്നാളിന് അങ്ങനെ അമ്മ വീട്ടിലേക്കൊക്കെ പോവില്ല, അച്ഛൻ വീട് മാമൻ വീട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കാൻ പോയില്ലേ വെക്കേഷന്, അതുപോലെ വന്ന പിള്ളേരാണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു മോളുടെ വീട് മാത്രമാണ് ഇവിടെ കറുവത്തൂരുള്ളത്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ വീടൊക്കെ തപ്പി പിടിച്ച് വന്ന് വൈകിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് കുറേ നേരം സംസാരിച്ചു. വീഡിയോസ് കാണാറുണ്ട്, ഇഷ്ടമാണെന്ന് നല്ലൊരു കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ എനിക്കിത് കൂടുതൽ വരാനെടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നോർമലി വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ നമ്മളെ കാണുമ്പോൾ വന്ന് വർത്താനം പറയാറുണ്ട്, ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാറുണ്ട്. പക്ഷെ ഇവർ ഇത്ര ദൂരത്ത് നിന്ന് വന്നിട്ട് നമ്മുടെ വീട് അന്വേഷിച്ച് പിടിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് തേജപ്പൻ്റെ ഫ്രണ്ട്സാണ്, അവരുടെ വൈകിട്ടത്തെ കളി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പിള്ളേരോട് ചിലവരുടെ അടുത്ത് വീഡിയോ എടുക്കട്ടെ ചോദിച്ചാൽ അയ്യോ ചേച്ചി വീഡിയോ എടുക്കണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ എടുക്കാറില്ല. പക്ഷേ ഇവർ വീഡിയോ എടുത്തോ ചേച്ചി, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്നപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ വൈകിട്ടായപ്പോൾ തേജപ്പനെയും കൊണ്ട് വിൻഷേട്ടൻ വിളക്ക് കൊളുത്താൻ പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് എങ്ങാനും പറ്റിയില്ലെങ്കിൽ വിൻഷേട്ടനും ഇല്ലെങ്കിൽ കൊളുത്തി പഠിപ്പിക്കുകയാണ്, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല, നിർബന്ധിച്ചിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തു എന്നുള്ളൂ കേട്ടോ വിൻഷേട്ടൻ. അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ നോക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് ഉപ്മാവും ചായയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തേജുവിന് വേറെ എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ളൊരു കടയ്ക്ക് ഇത് രണ്ടാളും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് എന്താ നമ്മുടെ ഈ സംഭവമില്ലേ പരിപ്പ് വട അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസൊക്കെ രണ്ടാളും കൂടി വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിലിരിക്കണം, കാരണം ഇവൻ ഇടയ്ക്കിടയ്ക്ക് വിശപ്പൊക്കെ ഉണ്ടാവൂലേ, ഉണ്ണിയോളല്ലേ. അപ്പോൾ അവൻ എന്തെങ്കിലും ഇടനേരത്ത് കൊടുത്തൊന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പഴവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ചായ കുടിക്കാട്ടോ. ചായ കുടിക്കുമ്പോൾ തന്നെ 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു. കാരണം കുറേ നേരം ഞങ്ങൾ ആ പിള്ളേരൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അതൊക്കെ പറഞ്ഞു കേട്ടോ. അവർ വന്നൂലേ, അപ്പോൾ നമ്മളതിനത്ര ഒരു ഇതായിട്ട് കണ്ട പോലെ തോന്നി. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ കുറേ നേരം ഇരുന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാനും വിൻഷേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ടാ. പിന്നെ അതേ കളി കണ്ടോണ്ടിരിക്കുകയാണ്, ഞാനല്ലാട്ട വിൻഷേട്ടൻ. അപ്പോൾ സൗണ്ട് കുറച്ച്
അപ്പോൾ ഗൈസ് നമുക്കിനി രാത്രി ഫുഡ് കഴിക്കുക കിടക്കുക അതൊക്കെ തന്നെയുള്ളൂ പണി. ഞാനിപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എത്ര എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വേറെ വീഡിയോ എടുത്തില്ല. ആ വീഡിയോ പറയാം. ഏത് വീഡിയോ? അന്നാ ജ്യൂസ് വീട്ടിട്ടില്ലേ? ഇവിടെ തണ്ണിമത്തൻ ജ്യൂസ് നിലത്തിട്ട് പൊട്ടിച്ചു. അപ്പൊ അത് ഞാൻ പറയട്ടെ. വേണ്ടാത്ത പറയല്ലേ. കേക്ക് ഇന്ന് കൊണ്ടുവരും. വിശ്വസിക്കണ പോലെ പറയണേ. പിറന്നാളിന് ഇനിയുണ്ട് സമയം. ഇപ്പൊ കൊണ്ടുവരും. ഇഞ്ചി പറഞ്ഞാളാ അമ്മടി പറഞ്ഞാളാ. അപ്പൊ മൂന്ന് കേക്ക് കൊണ്ടുവരും. എന്നിട്ട് അത് അച്ഛനെ വിളിച്ചു, എന്നിട്ട് അമ്മന്റെ വിളിച്ചു, എന്നിട്ട് എന്റെ വിളിച്ചു. കഴിഞ്ഞില്ലേ? അപ്പൊ എന്താ എത്ര എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏത് കേക്കാണ് ഇവരുടെ കൂടെ? അമ്മ കണ്ണി കേക്ക്, അച്ഛ കണ്ണി കേക്ക്, ദേവ് കണ്ണ് കേക്ക്. ശരി, സൂപ്പർ കേക്കാ. നമുക്ക് ടാറ്റ ബൈ ബൈ. ഡബ്ല്യു കേക്കാ, ഡബ്ല്യു കേക്ക്. അപ്പൊ ഞാൻ എത്ര എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.